ചെത്തി ഫിഷിംഗ് ഹാർബറിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മന്ദഗതിയിൽ. കഴിഞ്ഞ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഹാർബറിന്റെ ഉദ്ഘാടനം വൈകിപ്പിച്ചതെന്ന് MLA AD തോമസ്. വിഷയം മുഖ്യമന്ത്രിയുടെയും ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തി എത്രയും വേഗം ഹാർബറിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാനായുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചെത്തി ഫിഷിംഗ് ഹാർബറിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മാസങ്ങളായി മന്ദഗതിയിൽ തുടരുകയാണ്. നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ കഴിഞ്ഞ സർക്കാർ ഹാർബറിന്റെ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ടെട്രാപോളുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ മന്ദഗതിയിലായതിനാൽ ഉദ്ഘാടനം നടത്താൻ സാധിച്ചില്ലെന്ന് MLA AD തോമസ് KMCN വാർത്തയോട് പറഞ്ഞു. കഴിഞ്ഞ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഹാർബറിന്റെ ഉദ്ഘാടനം വൈകിപ്പിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ ചെത്തി ഹാർബർ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ വലിയ പഴക്കം ചെന്ന ഒരു സ്വപ്നമാണ്. അതിപ്പോഴും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ നടന്നു വരികയാണ്. ഞാൻ MLA എന്ന നിലയിൽ അതിൻ്റെ പ്രവർത്തന പുരോഗതി വിലയിരുത്തിയിട്ടുണ്ട്. നിലവിൽ പ്രവർത്തനം അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനം അല്പം മന്ദഗതിയിലാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ നാളെ പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ നാളെ മുതൽ നടത്തി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എപ്പോഴാണോ ഇതിൻ്റെ ഉദ്ഘാടനം നമ്മൾ മനസ്സിൽ കാണുന്നത് അതിനേക്കാൾ വളരെ നേരത്തെ തന്നെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അത് MLA എന്ന നിലയിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് മാത്രം പറയുകയാണ്. ടെട്രാപോളുകൾ സ്ഥാപിച്ചതിന് ശേഷമേ നിർമ്മാണത്തിന്റെ ഗുണനിലവാരവും കാര്യക്ഷമതയും പൂർണ്ണമായി വിലയിരുത്താൻ കഴിയൂ. മുഖ്യമന്ത്രിയുടെയും ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്ന എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കി ഹാർബർ ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് AD തോമസ് കൂട്ടിച്ചേർത്തു. ഹാർബറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാക്കിയത് ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായിരിക്കാമെന്നും അദ്ദേഹം ആരോപിച്ചു.